രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ 1 വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ കാർ 2018 ജനുവരി 22-ന് പുനലൂർ RT ഓഫീസിൽ നിന്ന് കേരള രജിസ്ട്രേഷൻ എടുത്തതെന്നാണ് റിപ്പോർട്ട്. പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു കേരളത്തിൽ എത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി എന്നത് മനോരമ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്യ സംസ്ഥാനത്തു നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിനു പകരം ടൈപ്പ് ന്യൂ എന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ചേർത്തു. കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ മാറ്റമെന്നതാണ് പുതിയ വാർത്ത. 2012-ൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത കാർ 2013 ജൂൺ 12-നാണ് നാഗ്പൂർ റൂറലിൽ MH40 AC 6666 എന്ന നമ്പറിൽ അവിടുത്തെ ഒരു വാഹന ഡീലർ ആദ്യ ഉടമയായി രജിസ്റ്റർ ചെയ്തത്. 2017-ൽ പുതുച്ചേരിയിലെ കാർ പാലസ് നമ്പർ 225 ഷോപ്പ് നമ്പർ 1 സുബ്ബരായ പിള്ള സ്ട്രീറ്റ് എന്ന വിലാസത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലേക്ക് PYCQ 0012 എന്ന നമ്പറിൽ ഉടമസ്ഥത അവകാശം മാറ്റി. വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയ്ക്കാണ് ഓണർഷിപ്പ് സീരിയൽ നമ്പർ 1 എന്നു രേഖപ്പെടുത്തിയതെന്ന മറുപടിയാണ് ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത്. ഭൂട്ടാൻ കാർ വിവാദ ചർച്ചകൾക്കിടെ പുതിയ ചർച്ചയും. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വീട്ടിൽ 1 മാസം മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമസ്ഥാരേഖയിൽ കൃത്രിമം കാണിച്ചു എന്നാണ് ആരോപണമെത്തിയത്. മന്ത്രിയോട് വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത മനോരമ പറയുന്നത്. കഴിഞ്ഞ മാസം ഈ കാർ വിൽപ്പന നടത്തിയതായി വിവരമുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല. ഈ കാർ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം നടത്തിയതെന്നാണ് ഉയരുന്ന വാദം. ഓപ്പറേഷൻ നുങ്കോറിന് പിന്നാലെ മലയാള സിനിമാ താരങ്ങളുടെ പഴയ വാഹന നികുതി വെട്ടിപ്പ് വീണ്ടും ചർച്ചയായിരുന്നു. നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, അമല പോൾ എന്നിവരാണ് നേരത്തെ വാഹന നികുതി വെട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ളവർ. അന്ന് സുരേഷ് ഗോപിക്കെതിരെ സൈബർ സഖാക്കൾ പല ട്രോളുകളും ഇറക്കി. അതിന്നും തുടരുന്നു. അന്ന് എല്ലാം നടന്മാരുടെ കുറ്റമാക്കിയവർ ഭൂട്ടാനിൽ നിന്നുള്ള നടന്മാരുടെ കാർ കടത്തിനെ നിസ്സാരവൽക്കരിക്കുന്നു. നടന്മാർ ചതിയിൽപ്പെടുന്നുവെന്നാണ് അവരുടെ പ്രതികരണം. പുതുച്ചേരി ചാവടിയിലെ അപ്പാർട്ട്മെന്റിൽ താൽക്കാലിക താമസക്കാരൻ എന്ന നിലയിലാണ് 2010-ൽ വാങ്ങിയ കാർ സുരേഷ് ഗോപി അവിടെ രജിസ്റ്റർ ചെയ്തത്. 2 കാറുകളുടെ കാര്യത്തിൽ ആരോപണമുയർന്നെങ്കിലും ഒന്നിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തതും നടപടിയെടുത്തതും. വ്യാജ മേൽവിലാസം ഉണ്ടാക്കി താരം ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടത്തിയതായി അന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വ്യാജ സത്യവാങ്മൂലവും വ്യാജ സീലും ഉപയോഗിച്ചെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്തു വിട്ടയക്കുകയായിരുന്നു. ഫഹദ് ഫാസിലും അമല പോളുമാണ് സമാന ആരോപണം നേരിട്ട മറ്റു 2 അഭിനേതാക്കൾ. ഇരുവർക്കുമെതിരെ വാഹന രജിസ്ട്രേഷൻ തട്ടിപ്പ് കേസെടുത്തെങ്കിലും പിന്നീട് ഒഴിവാക്കിയിരുന്നു. സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തത് രാഷ്ട്രീയ വിരോധം മൂലമാണെന്ന വാദവും ഉയർന്നിരുന്നു. ഫഹദ് ഫാസിൽ കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ മാറ്റുകയും 19 ലക്ഷത്തോളം രൂപ പിഴ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഫഹദിനെയും അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. അമല പോൾ ബംഗളൂരുവിൽ നിന്ന് വാങ്ങിയ വാഹനം കേരളത്തിലെത്തിക്കാത്തതിനാൽ നടപടി സ്വീകരിക്കാനായില്ലെന്നാണ് ഉയർന്ന വാദം.